എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മള് ജ്യോതിഷ വിഷയമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് മുൻ വീഡിയോകളിൽ പറഞ്ഞിരുന്നു. അപ്പോ സ്വാഭാവികമായും ഒരു വ്യക്തിക്ക് തോന്നാം, അല്ലെങ്കിൽ ചിന്തിക്കാം, ഞാൻ എന്തിന് ജ്യോതിഷത്തെ ഫോളോ ചെയ്യണം, ഞാൻ എന്തിന് ജ്യോതിഷത്തെ വിശ്വസിക്കണം. അത് ഓരോ വ്യക്തിയുടെയും വ്യക്തിയാധിഷ്ഠിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഞാൻ എന്ന വ്യക്തി എന്തിന് ജ്യോതിഷത്തെ വിശ്വസിക്കുന്നു, എന്തിന് ജ്യോതിഷത്തെ ഫോളോ ചെയ്യുന്നു, എന്തിന് ജ്യോതിഷത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ആ മനസ്സിലാക്കുന്ന ജ്യോതിഷത്തെ എന്തുകൊണ്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാനുമായി ഞാൻ ശ്രമിക്കുന്നു. ആ ഒരു കണ്ടന്റ്, ആ ഒരു വിഷയവുമായി നമുക്ക് അല്പം സംസാരിക്കാം. അതായത് നിറയെ ആളുകൾ, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജ്യോതിഷത്തിൽ എന്തിനു വിശ്വസിക്കണം. അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ചിലർ ജ്യോതിഷത്തിൽ യാതൊരു തരം വിശ്വാസവും ഉള്ള വ്യക്തികളല്ല. ചിലർക്ക് ഭാഗികമായ വിശ്വാസമുണ്ട്. അതായത് ജ്യോതിഷം കുറെയൊക്കെ ശരിയാണ് എന്ന് വാദിക്കുന്ന അല്ലെങ്കിൽ അംഗീകരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ചിലർക്ക് പൂർണ്ണമായും ജ്യോതിഷപരമായ വിശ്വാസമുള്ളവരുണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ളൊരു തലത്തിലേക്ക് മനുഷ്യൻ കടന്നു പോകേണ്ട ആവശ്യകത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതായത് എന്തിനും ഏതിനും എപ്പോഴും ജ്യോതിഷം നോക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൽ ഇനി ഈ പറഞ്ഞ 4 തലങ്ങളിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, നിങ്ങൾ വിശ്വസിച്ചാലും, കുറച്ച് വിശ്വസിച്ചാലും, പൂർണ്ണമായി വിശ്വസിച്ചാലും, പറഞ്ഞ അന്ധമായി, അതായത് ഓവറായി, എന്തും ഓവറാകേണ്ട ആവശ്യമില്ലെന്ന് വിശ്വസിക്കുന്നു, അങ്ങനെ വിശ്വസിച്ചാലും, ഇതിൽ ഏത് തലത്തിൽപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെങ്കിലും ജ്യോതിഷത്തിന് നിങ്ങളോടുള്ള കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ഗ്രഹങ്ങൾക്ക്, പ്ലാനറ്ററി പൊസിഷൻസിന് നിങ്ങളിൽ ഉള്ള, നിങ്ങളുടെ ജാതകത്തിൽ അല്ലെങ്കിൽ നിങ്ങളെന്ന വ്യക്തിയിൽ നിങ്ങളോടുള്ള ഇൻഫ്ലുവൻസ് തുല്യമാണ്. അതായത് ഏറ്റവും അധികം ജ്യോതിഷത്തെ വിശ്വസിക്കുന്ന വ്യക്തിയോടും ഒട്ടും വിശ്വസിക്കാത്ത വ്യക്തിയോടും ജ്യോതിഷം എന്ന പ്ലാനറ്ററി പൊസിഷന് ഒരേ മനോഭാവമാണ്. എന്നാൽ ഈ ജ്യോതിഷം, എന്തിനൊരു ജ്യോതിഷനെ കാണാം, ഞാൻ ജ്യോതിഷം എന്നത് അതായത് ഒരു വ്യക്തിയുടെ ഗ്രഹനില ബേസ് ചെയ്താണ് മുമ്പേ ഉള്ള കാര്യം പറഞ്ഞത്. ഇനി എന്തിന് നിങ്ങളൊരു ജ്യോതിഷത്തിനെ കാണണം, അല്ലെങ്കിൽ എന്തിന് നിങ്ങൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കണമെന്ന് ചോദിക്കുമ്പോൾ, ജ്യോതിഷത്തിൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ടുള്ള ഒരു റൂട്ട് മാപ്പിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഗൈഡൻസ് നൽകാൻ ഒരു ജ്യോതിഷന് കഴിയും, നല്ല ഒരു ജ്യോതിഷന്. അതല്ലാതെ വരുന്നിടത്ത് ആ ഗൈഡൻസ് ഇല്ലാതെ നിങ്ങൾ ഒരിടത്തേക്ക് ഗൂഗിൾ മാപ്പ് വെച്ച്, റൂട്ട് മാപ്പ് വെച്ച് യാത്ര ചെയ്യുന്നതും അതല്ലാതെ യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഈസിയും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവപ്പെടാം. അതെന്തുകൊണ്ട് എന്ന് ഞാൻ ഇപ്പൊ മുമ്പ് പറഞ്ഞ പോലെ വിശ്വസിക്കണം എന്ന് പറയുന്നതില്, അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളതില്, ഏകദേശം ഭൂമി ഉരുണ്ടതാണ്, അല്ലെ, ഗോളാകൃതിയിലാണ് നമ്മുടെ ഭൂമി എന്നും ഭൂഗോളങ്ങളാണ് ആകാശത്തെ നമ്മുടെ നക്ഷത്രങ്ങളെന്നും, സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളും മറ്റ് ഗ്രഹങ്ങളുണ്ടെന്നും, അതേപോലെ 9 ഗ്രഹങ്ങൾ ചേർന്ന ഒരു സൗരയൂഥത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്നും ഉള്ള കാഴ്ചപ്പാടിലേക്ക് യൂറോപ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ആധുനിക ലോകം അല്ലെങ്കിൽ സയന്റിഫിക്കൽ ലോകം കടന്നു വന്നിട്ട് ഒരു 400 വർഷം അത്രേ ഉണ്ടായിട്ടുള്ളൂ. 400 to 500 വർഷം. ഗലീലിയോ, മഗല്ലൻ, ഈ പറയുന്നവരുടെ കാലഘട്ടത്തിലാണ് ഭൂമി ഉരുണ്ടതാണെന്ന ഏറ്റവും, അതായത് ഉരുണ്ടതാണ് എന്ന ബേസിക് കൺസെപ്റ്റിലേക്ക് എത്തപ്പെട്ടിട്ട് പോലും അത്രയും വർഷങ്ങളെ ആയിട്ടുള്ളൂ. എന്നാൽ അതിനും നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതീയ ജ്യോതിഷം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഇന്ന് ഫോളോ ചെയ്യുന്ന ഭാരതീയ ജ്യോതിഷ വിശ്വാസ കൺസെപ്റ്റിൽ ഈ 9 ഗ്രഹങ്ങളെ കുറിച്ചും, ഈ ഗ്രഹങ്ങളെല്ലാം എന്താ പറയാ, ഉരുണ്ട, അതായത് ഗോളാകൃതിയിലുള്ളതാണെന്നും അതിനും ആയിരക്കണക്കിന് വർഷം മുമ്പേ പറയപ്പെട്ടിട്ടുണ്ട്. നിസ്സാരമായി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് AD 500 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണ് വരാഹമിഹിരൻ എന്ന് പറയുന്ന മഹാനായ ജ്യോതിർ പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ ഹോരാശാസ്ത്ര എന്ന പുസ്തകമാണ്, ഗ്രന്ഥമാണ് ഇന്ന് ഈ മോഡേൺ, അതായത് ഇപ്പോഴത്തെ കാലത്ത് ജ്യോതിഷന്മാരെല്ലാം ഫോളോ ചെയ്യുന്ന ഒരു ജ്യോതിഷ പുസ്തകം. അതിന്റെ അടിസ്ഥാന ബുക്ക് എന്ന് പറയുന്നത് ഹോരാശാസ്ത്രയാണ്. അപ്പോൾ ഈ ഹോരാശാസ്ത്ര എന്ന പുസ്തകം എഴുതപ്പെട്ടിട്ട് തന്നെ 1500 വർഷങ്ങളായി. അപ്പോ 1500 വർഷങ്ങൾക്ക് മുമ്പ് വരാഹമിഹിരൻ തന്നെ ഇത്, അതായത് വരാഹമിഹിരന്റെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ്. അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ തന്നെ ജ്യോതിഷത്തെക്കുറിച്ചും നവഗ്രഹങ്ങളെക്കുറിച്ചും ജ്യോതിഷ കണക്കുകൂട്ടലുകളെ കുറിച്ചും ഒക്കെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എന്താ പറയുക,
ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അതായത് രാമായണത്തിൽ തന്നെ ഈ നവഗ്രഹങ്ങളെ ഏറ്റവും അനുകൂലമായ ഭാവങ്ങളിൽ നിർത്തി തനിക്കൊരു എന്താ പറയുക അജയ്യനായ പുത്രന്, അതിഭയങ്കരമായ ജാതകത്തിൽ അജയ്യനായ ഒരു പുത്രൻ ഉണ്ടാകണം, അല്ലെങ്കിൽ പുത്രന്റെ ജാതകം അത്ര ഭയങ്കരമായിരിക്കണം എന്ന ഒരു വിശ്വാസത്തിൽ രാവണൻ നവഗ്രഹങ്ങളെ കെട്ടിയിട്ടതായും ആ നവഗ്രഹങ്ങളിൽ അതിൽ നിന്നും സീതാദേവിയെ കാണാനെത്തിയ ഹനുമാൻ സ്വാമി ശനിദേവനെ രക്ഷിച്ചതായും അങ്ങനെയൊക്കെയുള്ള അതിലേക്ക് കടന്നു പോകുന്ന ഒരു പുരാണ കഥയുണ്ട്. അപ്പൊ അതായത് അത്ര പഴക്കം ചെന്ന കാലത്ത് തന്നെ ഭാരതീയർ ഈ പറഞ്ഞ നവഗ്രഹങ്ങള്, നവരത്നങ്ങള് ഇങ്ങനെയുള്ള വിശ്വാസങ്ങളിലൂടെ കടന്നുപോയിരുന്നു. ഈ ജ്യോതിഷം എന്നത് ഭാരതീയർക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് എന്റെ ഒരു മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. ഇത് മറ്റു പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ ജ്യോതിഷം എന്നതോ നക്ഷത്രശാസ്ത്രം എന്നതോ അല്ലെങ്കിൽ ജ്യോതിർഗണിതം എന്നതോമായ വിശ്വാസം മറ്റു പല രാജ്യങ്ങളിലും ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിലേക്ക്, ഭാരതീയ സംസ്കാരത്തിലേക്ക് ഇത് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് കടന്നു വന്നപ്പോൾ അതിന് ഹൈന്ദവമായ വിശ്വാസങ്ങളും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടി കടന്നു പോകുന്ന ഒരു ശാസ്ത്രമേഖലയായി വന്നതാകാം എന്ന ഒരു വാദവുമുണ്ട്. ഏറെക്കുറെ അത് ശരിയുമായിരിക്കും. എങ്കിലും അല്പം മുമ്പ് ഞാൻ പറഞ്ഞു വന്നതുപോലെ എന്തിന് നമ്മൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കണം? നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. അപ്പോ 400-500 വർഷങ്ങളെ ആയിട്ടുള്ളൂ നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന നമ്മുടെ മോഡേൺ സയൻസിൽ പറയപ്പെടുന്ന സയൻസ് രൂപം പ്രാപിച്ചിട്ട്. ആ കാലത്താണ് ഭൂമി ഉരുണ്ടതാണെന്ന ബേസിക് നോളജ് അവർ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് വർഷം മുമ്പേ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വരാഹമിഹിരൻ അല്ലെങ്കിൽ ചാണക്യൻ, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആര്യഭട്ട എന്ന പേരിൽ വന്ന ആര്യഭട്ടൻ, അദ്ദേഹമാണ് ഏറ്റവും വലിയ മാത്തമാറ്റീഷ്യൻ. അദ്ദേഹത്തിന്റെ എന്താ പറയാ സൂര്യശാസ്ത്രം, പയ്യയുടെ വാല്യൂ, സീറോയുടെ വാല്യൂ, ഇങ്ങനെ പലതും കണ്ടെത്തിയ ഒരു മഹാനായ ഗണിത ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. അപ്പോ വരാഹമിഹിരനും ആര്യഭട്ടനും എല്ലാം ഒരാളാണെന്നും അതല്ല വ്യത്യസ്തമായ വ്യക്തികളാണെന്നും ഒക്കെ ഉള്ള ഒരു തർക്ക വിഷയങ്ങളുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പോ നമ്മുടെ വരാഹമിഹിരന്റെ ഹോരാശാസ്ത്ര എന്ന പുസ്തകമാണ് ഇന്ന് ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോ ഈ പുസ്തകത്തിൽ തന്നെ അല്ലെങ്കിൽ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്ന ചില കണക്കുകളുണ്ട്. അതായത് 9 നക്ഷത്രങ്ങൾ, 9 ഗ്രഹങ്ങൾ, ഈ 27 നക്ഷത്രങ്ങൾ, ഇവയിലൂടെ എല്ലാം കടന്നു പോകുന്ന ഒരു എന്താ പറയുന്ന ബൃഹത്തായ ഒരു പ്രപഞ്ചം. അങ്ങനെ ഒരു വലിയ കണക്കുകൂട്ടലുകളുടെ മേഖലയാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഈ 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കി 9 ഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് ഈ പ്രപഞ്ചമെന്ന്, സൂര്യന്റെ പ്രകാശം ശനിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളത്. അതിനൊരു പുരാണ കഥയുണ്ട്. സൂര്യന്റെ പുത്രനാണ് ശനി എന്നുള്ളത്. അതൊരു പുരാണ കഥയാണ്. പക്ഷെ ശനിയെ വലയം ചെയ്തിരിക്കുന്ന ഉപഗ്രഹങ്ങളാലാണ് പ്രകാശം കടന്നു ചെല്ലാത്തതെന്നുള്ളത് സയൻസ് പറയുമെങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ശനിക്ക് സൂര്യനെ വലയം വയ്ക്കാൻ എടുക്കേണ്ടി വരുന്നത് 30 വർഷമാണെന്നാണ് സയന്റിഫിക്കലി ഉള്ള കണക്കുകൾ. ജ്യോതിഷത്തിലും അത്രയും തന്നെയാണ് പറയുന്നത്. അതേപോലെ വ്യാഴത്തിന് സൂര്യനെ ഒരു തവണ വലയം വെച്ച് പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 12 വർഷമാണ്. ജ്യോതിഷത്തിൽ ഇത് 1000കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. ഇന്ന് സയന്റിഫിക്കലി കൂടി അത് പ്രൂവ്ഡ് ആണ്. അതേപോലെ ഓരോ കാര്യങ്ങളും, ചൊവ്വയുടെ നിറം, എസ്പെഷ്യലി ചൊവ്വയുടെ നിറത്തെക്കുറിച്ച് ജ്യോതിഷത്തിൽ പറയുന്നുണ്ട്. ചുവന്ന ഗ്രഹമാണ് ചൊവ്വയെന്ന്. നമ്മളിത് ചൊവ്വയുടെ ഒരു ഫോട്ടോ എടുത്ത് നോക്കിയാൽ ചുവന്നിരിക്കുന്ന ഒരു കളറാണ് ചൊവ്വയ്ക്ക്. ചന്ദ്രനെ കുറിച്ച് ജ്യോതിഷം പറയുന്നത് ചന്ദ്രൻ ജലഗ്രഹമാണെന്ന്, ജലസാന്നിധ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ചന്ദ്രന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ഓരോ ജ്യോതിഷന്മാരും അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാനിത് ഏകദേശം എന്റെ ഓർമ്മ ശരിയാണ് 2006-2007 കാലഘട്ടം മുതൽ ഞാൻ ജ്യോതിഷ പഠനം ആരംഭിച്ചിരുന്നു. എന്റെ ഒരു 16-17 വയസ്സ്. അപ്പോ അന്ന് ചന്ദ്രൻ ജലഗ്രഹമാണെന്ന് പഠിക്കുമ്പോൾ അന്ന് ചന്ദ്രനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള സയന്റിഫിക്കൽ എക്സ്പ്ലനേഷൻസും ആ തരത്തിലില്ല. അതിനുശേഷമാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചന്ദ്രയാൻ 2 ആണെന്നാണ് എന്റെ ഓർമ്മ. ചന്ദ്രനിൽ ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 or 1 ജലസാന്നിധ്യം കണ്ടെത്തുന്നു. അപ്പോ ഇതൊക്കെ എങ്ങനെ ജ്യോതിഷത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ ജ്യോതിഷത്തിലൂടെ ഇതൊക്കെ 1000 വർഷങ്ങൾക്ക് മുമ്പ് അല്ല 2000 അല്ല 4000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം അതുകൊണ്ടാണ് ജ്യോതിഷത്തെ ദൈവദത്തമായ ശാസ്ത്രം എന്ന് വിളിക്കുന്നത്.
ജ്യോതിഷത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയാണ്, മുരുകനെയാണ്. അപ്പോ മുരുകൻ ദൈവമാണ്. അപ്പോ ദൈവദത്തമായ ഒരു ശാസ്ത്രമാണ്. അതില് നിറയെ കണക്കുകളാണ്, കാൽക്കുലേഷൻസ് ആണ്. അതിലൂടെ കടന്നു ചെല്ലുന്ന ഒരു എന്താ പറഞ്ഞ ഒരു മാജിക് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രവചനം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത് തിയറിറ്റിക്കലി ഈ ജ്യോതിഷത്തെ കുറിച്ച് അല്ലെങ്കിൽ കാൽക്കുലേഷൻസിനെ കുറിച്ച് തിയറിറ്റിക്കലി നമ്മൾ ബൈഹാർട്ട് ചെയ്തതുകൊണ്ട് മാത്രം ഒരിക്കലും നല്ല രീതിയിൽ നമുക്ക് ഒരു ജ്യോത്സ്യനെ പ്രവചിക്കാൻ കൂടി കഴിയണമെന്നില്ല. നല്ല രീതിയിൽ അത് പഠിച്ച് നല്ല രീതിയിൽ അദ്ദേഹം കറക്റ്റായി പ്രവചനത്തിലും കൂടി വിജയിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹം നല്ലൊരു ജ്യോതിഷനാകുന്നത്. അതായത് എന്താ പറയാ, നന്നായിട്ട് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്കിൽ പാസ്സായി എങ്കിലും നല്ലൊരു തിയറിറ്റിക്കലി പഠിച്ചു, പക്ഷെ അദ്ദേഹത്തിന് പ്രാക്ടിക്കലി അതിൽ പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്നിടത്ത് അദ്ദേഹം നല്ലൊരു എഞ്ചിനീയർ ആണെന്നില്ല. പക്ഷേ ഡിപ്ലോമയോ ITI ഇനി വർക്ക്ഷോപ്പിൽ നിന്നൊരു വ്യക്തി അതിലും മനോഹരമായ പല കാര്യങ്ങളും ഒരു ബിടെക്കോ എംടെക്കോ ഇല്ലാതെ കണ്ടുപിടിക്കുന്നുണ്ടാകും. എന്ന് പറയുന്നത് പോലെ അറിവ് ഒപ്പം ആ വ്യക്തിക്ക്, അതായത് ഈ അല്പം മുമ്പ് പറഞ്ഞതുപോലെ വർക്ക്ഷോപ്പിൽ നിന്നതോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കുറഞ്ഞതോ ആയ ഒരു വ്യക്തി മഹാകണ്ടെത്തലുകൾ നടത്തുമ്പോൾ ആ വ്യക്തിക്ക് ഒരല്പം വിദ്യാഭ്യാസം കൂടി കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ വലുതാകും. അതുപോലെയാണ് ജ്യോതിഷത്തിലെ കാര്യങ്ങൾ. അപ്പോ ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. എന്തിന് നമ്മൾ വിശ്വസിക്കണം അല്ലെങ്കിൽ എന്തിന് അതിനെ ഫോളോ ചെയ്യണം എന്ന ചോദ്യത്തിന് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ഓരോ കാലഘട്ടങ്ങളിലൂടെയായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളും ഓരോ ഗ്രഹങ്ങളുടെ സ്വാധീനം ആ വ്യക്തിയിൽ ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കും. ചിലർ നിന്ന നിപ്പില് തകിടം മറിയും, ചിലർ നിന്ന നിപ്പില് മുകളിലേക്ക് ഉയരും. അപ്പൊ അങ്ങനെ പല പ്രതിഭാസങ്ങളും സംഭവിക്കും. ചിലർക്ക് എന്താ പറയുക, ചില കാര്യങ്ങളെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ട്, നമുക്ക് അതിന് വേണ്ട മുൻകരുതലുകൾ നമ്മൾ കരുതണം എന്ന് പറയുന്നത് പോലെ. ഇപ്പോ എന്താ പറയുക, വലിയൊരു മഴ വരാൻ പോകുന്നു, നമുക്കിപ്പോൾ റെഡ് അലേർട്ടും യെല്ലോ അലേർട്ടും ഒക്കെ ഉണ്ടല്ലോ, അതിന് സമാനമായ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കി വെച്ചാൽ അതിൽ നിങ്ങളുടെ യുക്തിക്ക് നിരക്കുന്നതെങ്കിൽ, അത് ഓരോരുത്തരും വിശ്വസിക്കൂ എന്ന് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി പറയുന്നില്ല. യുക്തിക്ക് നിരക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഫോളോ ചെയ്യും, ഇല്ലെങ്കിൽ വിട്ടുകളെ. നിങ്ങൾ സയൻസിനെ മാത്രം വിശ്വസിക്കണം എന്ന് ഞാൻ പറയില്ല. ഞാൻ സയൻസിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ മോഡേൺ സയൻസ് പറയുന്നത് എല്ലാം ശരിയായിരിക്കാം, പക്ഷേ മോഡേൺ സയൻസ് പറയുന്നത് മാത്രമല്ല ശരിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും ഇല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഏറ്റവും നിസ്സാരമായിട്ട് പറഞ്ഞാൽ ടെലിപ്പതി, ഭാഗ്യം. ലോട്ടറി എടുക്കുന്നവർക്ക് എല്ലാവർക്കും ഭാഗ്യം ഉണ്ടെന്ന് പറയും. അല്ലെങ്കിൽ ഒരാൾക്കായിരിക്കും ഭാഗ്യം എന്ന് പറയും. ലോട്ടറി എടുത്ത വ്യക്തി 80 വയസ്സുകാരനാണ്, അദ്ദേഹത്തിന് ലോട്ടറി അടിച്ചു 1 കോടി 10 കോടി, അദ്ദേഹത്തിന് അതുകൊണ്ട് എന്ത് ഭാഗ്യമുള്ളത്, ഭാഗ്യവാൻ ഇദ്ദേഹമാണെന്ന് പറയും. അപ്പൊ ലോട്ടറി അടിച്ച ആ 80 വയസ്സുകാരനാണോ ഭാഗ്യവാൻ? അദ്ദേഹത്തിന്റെ ഒരു മകൻ 40 വയസ്സുകാരനെന്ന് കരുതുക, അദ്ദേഹമായിരിക്കുമോ ഭാഗ്യവാൻ? അപ്പൊ ഈ ഭാഗ്യത്തെ എങ്ങനെയാണ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും? അപ്പൊ അത് തീർത്തും എന്താ പറയുക, അപ്പം ഭാഗ്യം ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഒരു വ്യക്തിക്ക് ഭാഗ്യം എങ്ങനെയാണ്? ഒരു വ്യക്തിക്ക് എന്താ പറയുക, അല്പം മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഓരോ കാര്യങ്ങളിലും നമുക്ക് മുൻകൂട്ടി ഓരോ വിഷയങ്ങളെ അറിയാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അത് അവരവരുടേതായ യുക്തികൾ അനുസരിച്ച് നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷെ എന്നെ എന്നും ഇന്നും അതിശയപ്പെടുത്തുന്ന ഒന്നാണ്, ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ സൗരയൂഥത്തെക്കുറിച്ചും എങ്ങനെ ഗ്രഹങ്ങളെക്കുറിച്ചും എങ്ങനെ ഗ്രഹങ്ങളുടെ പ്ലാനറ്ററി പൊസിഷൻസിനെ കുറിച്ചും എങ്ങനെ ഈ ഗ്രഹസഞ്ചാരം, അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലേ, ശനിയുടെ 29 വർഷം 30 വർഷത്തെ സഞ്ചാരത്തെക്കുറിച്ചും വ്യാഴത്തിന്റെ 12 വർഷത്തെ സഞ്ചാരത്തെക്കുറിച്ചും ഇങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ശരിക്കും നമ്മൾ ഒന്നിനെ മനസ്സിലാക്കിയുമ്പോൾ നമ്മൾ തീർച്ചയായും അതിശയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് ജ്യോതിഷം. പക്ഷെ ഇന്ന് എന്താ പറയാ, നമുക്ക് കൃത്യമായി ഒരു വ്യക്തിയുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ കൺഫ്യൂഷൻ ആകുമ്പോൾ നമ്മൾ മറ്റൊരാളിനെ റെഫർ ചെയ്യണം. എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, നിങ്ങൾ മറ്റൊരു ജ്യോത്സ്യനെ കൂടി കണ്ടുകൊള്ളൂ. അത് പറയാതെ ഓരോ വ്യക്തിയുടെ അടുത്ത് വരുമ്പോൾ തന്നിൽ കവിഞ്ഞതായ ഒന്നുമില്ല എന്നുള്ള ധാരണയും, ജ്യോതിഷത്തിന് ഈ പറയുന്ന ഇതെല്ലാം ഉണ്ടെങ്കിൽ, ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലേ, ബൃഹത്തായ ശാസ്ത്രമാണ്. മനുഷ്യനായ നമ്മൾക്ക് പരിമിതികളുണ്ട് ഇതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ. അപ്പോൾ എല്ലാ ശാസ്ത്ര മേഖലകളെയും പോലെ പരിമിതികളും ജ്യോതിഷ മേഖലകൾക്കുണ്ടാകും.
അതായത് അതിനെ നമുക്ക് അത്രത്തോളം ഈ എല്ലാ മേഖലയും പഠിച്ച് 100% പറയാൻ കഴിയും. 100% നമ്മൾ പെർഫെക്റ്റ് ആയി അത്രയും മേഖലയെ നമുക്ക് പഠിച്ചെടുക്കുന്നു. അത്രയൊന്നും എല്ലാ മനുഷ്യരെയും കൊണ്ടും അല്ലെ എല്ലാ ജ്യോതിഷരെയും കൊണ്ടും പറ്റണമെന്നില്ല. അപ്പോൾ അവര് ഈ വരുന്ന ആളുകളെ അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് അവർ ഇതിൽ വിശ്വസിച്ചു വരുന്ന ആളുകളെ ആ രീതിയിൽ വേണം ഗൈഡ് ചെയ്യണം. വരുന്നവരെ മിസ്യൂസ് ചെയ്യുന്നിടത്ത് ഈ മേഖലയോടുള്ള, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരുപാട് പേർക്ക് ഇപ്പൊ ഈ മേഖലയോട് വിശ്വാസം തന്നെ നേരത്തെ ഉള്ളതിനെക്കാട്ടിലും 50% കുറവാണെന്ന് പറയാം. കാരണം അവര് പറയുന്നത് എവിടെ പോയി നോക്കിയാലും എന്താ പറയാ, വലിയ പൂജ, വലിയ ബിസിനസ്സായി. പൂജകൾ തീർച്ചയായിട്ടും ചെയ്യണം. ഈ വലിയ പൂജകൾ അല്പം മുമ്പ് ചാനൽ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ വലിയ പൂജകളും വേണം, ചെറിയ പൂജകളും വേണം. അത് ആ വരുന്ന ആളിന്റെ വിഷയവും കാര്യവും നോക്കിയിട്ടാണ് ചെയ്യുന്നത്. വരുന്നവർക്ക് എല്ലാവരിൽ നിന്നും ബിസിനസ് ആക്കണം എന്നുള്ള മൈൻഡ് സെറ്റ് ആയി കഴിഞ്ഞാൽ ഈ ഒരു എന്താ പറയുക, ഇതൊരു പ്രൊഫഷൻ ആണെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ശാസ്ത്ര മേഖല അല്ലെങ്കിൽ ഈ ഒരു ദൈവദത്തമായ ശാസ്ത്രം, ഇതിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് എന്താ പറയുക, ആളുകൾക്ക് ഇല്ലാതെ വരുന്നത് ഈ ഒരു മേഖലയെ തന്നെ ആളുകൾ അവഗണിക്കുന്നതിന് കടന്നുപോകും. ആ മേഖലയിലേക്ക് കടന്നു പോകുന്നതിന് തുല്യമാകും. അപ്പോ ഒരുപാട് നീണ്ടിങ്ങി വന്നു, എങ്കിലും സംസാരിച്ചിങ്ങി പോന്നു. അപ്പോ ഞാനെന്ന വ്യക്തി ഇതിലൂടെയൊക്കെ കടന്നു വരാനും ഇതിലൊക്കെ വിശ്വസിക്കാനുമുള്ള കാരണങ്ങൾ ഈ പറഞ്ഞതൊക്കെയാണ്. ഇതിനൊന്നും ഒരിക്കലും ആർക്കും ഉത്തരം തരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോ ഇതിൽ വിശ്വസിക്കുന്നവർക്ക് അല്ലെങ്കിൽ താല്പര്യമുള്ളവർക്ക് വിശ്വസിക്കാം. വിശ്വാസമില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയതിനു ശേഷം അതിനെ വേണ്ടാന്ന് വയ്ക്കാം. അതൊക്കെ ഓരോ വ്യക്തികളുടെ ഇഷ്ടമാണ്. അപ്പോ എന്റെ പേഴ്സണലി ഉള്ള അഭിപ്രായവും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലെ പൂജകളും വഴിപാടുകളും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് നിങ്ങളുടെ വിശ്വാസം. നിങ്ങൾ ഈ മേഖലയെക്കുറിച്ച് ഒരല്പം മനസ്സിലാക്കുകയും അതിൽ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടെന്ന് ഉൾക്കൊള്ളുകയും അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യാൻ നിങ്ങൾ ഈ മേഖലയെക്കുറിച്ച് മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുന്നതും നല്ലതാണ് എന്ന് ആണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.